ഇവിടെ വന്നു കഴിഞ്ഞാൽ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് പോവാം, അത് ഫ്രീ ആയിട്ട് അല്ലേ? അത് കഴിച്ചിട്ടാ മോനെ ഞാൻ റെയിൽവേയിൽ പോയി കിടക്കണേ. എനിക്ക് വേറെ ആരുമില്ല. ഇവിടുന്ന് ഈ ഭക്ഷണം തരുന്നത് തന്നെ നമുക്ക് ദൈവത്തിനോട് സ്തുതി പറയണം. ഫ്രീ ആയിട്ട് സൗജന്യം. തൃശ്ശൂർ വന്ന ആരും ഇനി പട്ടിണി കിടക്കാൻ പാടില്ല ഇല്ലേടാ? കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ലയൺസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയ മന്ന ഹങ്കർ ഫ്രീ സിറ്റി പ്രോജക്ട് 1 വർഷം പിന്നിട്ടു. വിശപ്പില്ലാത്ത തൃശൂർ നഗരം എന്ന സങ്കല്പം പൂവണിഞ്ഞതിന്റെ ആഘോഷമായിരുന്നു സംഘാടകർക്ക്. കേക്ക് മുറിച്ചാണ് വാർഷികാഘോഷത്തിന് തുടക്കമായത്. തൃശൂർ ശക്തൻ നഗറിൽ ഒരുക്കിയ മന്ന പന്തലിൽ നടന്ന വാർഷിക പരിപാടികൾ മേയർ MK വർഗീസാണ് ഉദ്ഘാടനം ചെയ്തത്. തെറ്റായ കൈകളിലല്ല താൻ ഈ പദ്ധതി ഏൽപ്പിച്ചതെന്ന് ബോധ്യമായെന്ന് മേയർ പറഞ്ഞു. മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്നത് വിശപ്പിന്റെ വേദന. അത് കഴിഞ്ഞിട്ടേ മറ്റു വേദനയുള്ളൂ. ആ വിശപ്പിന്റെ വേദന ഇതുപോലെ റോട്ടിൽ നിൽക്കുന്ന അഭയാർത്ഥികളെ പോലെ അല്ലാതെ ഒരു കുടക്കീഴിൽ അവർക്ക് ഇരുത്തിക്കൊണ്ട് മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സന്ദർഭം നമുക്കുണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും വെളപ്പലയും കൂടി ആദ്യം ആലോചിച്ചു, ഇതെങ്ങനെ സബലീകരിക്കും. ഇന്ന് ഞാൻ കാണുന്നത്, ഞാനിത് ഏൽപ്പിച്ചത് ഒരു തെറ്റായ കൈകളിലല്ല. എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കാൻ കേപ്പബിളായിട്ടുള്ള ലയൺസ് ക്ലബിനെ തന്നെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നതിന് പ്രത്യേക സന്തോഷമുണ്ട്. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഈ സംരംഭം വ്യാപിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊരു സാമ്പിളായിട്ട് നമുക്ക് മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ആദ്യമായി നമ്മുടെ പാലക്കാട്ടിലേക്കും മലപ്പുറത്തേക്കും ഈ കൊല്ലം തന്നെ സർ ഞങ്ങളിത് നടത്തും. ഞങ്ങളുടെ കയ്യിൽ വലിയ ഒരു ശക്തിയുണ്ട്, ഞങ്ങളുടെ കയ്യിൽ വലിയ ഒരു വളണ്ടിയേഴ്സ് ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചാൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ബോധവൽക്കരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ വർഷം ആരംഭിക്കാം. 2023 ജൂലൈ 1 മന്ന ഹങ്കർ ഫ്രീ സിറ്റി പദ്ധതിക്ക് തൃശൂർ ശക്തൻ നഗറിൽ തുടക്കം കുറിച്ചത്. നഗരത്തിൽ വിശന്നു വലയുന്നവർക്ക് അന്നു മുതൽ ഇന്നുവരെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഉച്ചഭക്ഷണം നൽകാൻ കോർപ്പറേഷന് സാധിച്ചിട്ടുണ്ട്. തൃശൂർ മേയർ MK വർഗീസ് മുന്നോട്ട് വച്ച പദ്ധതിക്ക് ലയൺസ് ക്ലബ്ബ് പിന്തുണ നൽകിയതോടെ മന്ന ഹങ്കർ ഫ്രീ സിറ്റി പദ്ധതി യാഥാർത്ഥ്യമായി. വിശന്നു വലഞ്ഞെത്തുന്നവർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനവും ശക്തൻ നഗറിലെ മന്ന പന്തലിൽ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഉച്ചഭക്ഷണം മാത്രം നൽകുന്ന പദ്ധതിയാണെങ്കിലും 3 നേരവും ഭക്ഷണം നൽകുക എന്നതാണ് അടുത്ത ലക്ഷ്യമെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. ശക്തൻ നഗറിൽ കോർപ്പറേഷൻ നൽകിയ സ്ഥലത്ത് തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾ ഉൾപ്പെടുന്ന ലയൺസ് ഡിസ്ട്രിക്ട് 318D ആണ് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയത്. ജില്ലയിലെ ലയൺസ് ക്ലബ്ബുകളാണ് ഓരോ ദിവസത്തെയും ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത്. രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയുള്ള സമയത്തിനുള്ളിൽ ദിവസവും 500ഓളം പേരാണ് ഇവിടെ എത്തി വിശപ്പ് മാറ്റി മടങ്ങുന്നത്.